KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് കെ സുധാകരൻ AK ആന്റണിയുമായി കൂടിക്കാഴ്ച നടത്തി. പ്രസിഡന്റിനെ മാറ്റണമെന്നാണ് തീരുമാനമെങ്കിൽ മാറ്റിത്തരാമെന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരൻ പ്രതികരിച്ചു. തനിക്ക് അനാരോഗ്യമുണ്ടെന്ന് ചിലർ മനഃപൂർവ്വം പ്രചരിക്കുന്നു. നേതൃത്വത്തിൽ തന്നെ മാറ്റണമെന്നാണെങ്കിൽ മാറിത്തരാൻ തയ്യാറാണെന്നും പൊതുമധ്യത്തിൽ ചർച്ചയ്ക്കിട്ട് അപമാനിക്കരുതെന്നും കെ സുധാകരൻ പറഞ്ഞു. ഇതിന്റെ വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, KPCC അധ്യക്ഷ സ്ഥാനം സംബന്ധിച്ചുള്ള ഒരു അവ്യക്തത തുടരുന്ന ഈ പശ്ചാത്തലത്തിലെ കൂടിക്കാഴ്ച രാഷ്ട്രീയപരമായി തന്നെയാണോ കാണേണ്ടത്? തീർച്ചയായും AICC ആസ്ഥാനത്തു നിന്നും ചർച്ച ഇപ്പോൾ KPCC ആസ്ഥാനത്തും നേതാക്കന്മാരുടെ ഇടയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. പ്രത്യേകിച്ചും KPCC പുനഃസംഘടന തന്നെയാണ് കഴിഞ്ഞ 2 ദിവസമായി കോൺഗ്രസ് നേതാക്കന്മാരുടെ ഇടയിൽ വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഇന്ന് കെ സുധാകരൻ AK ആന്റണിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ തന്നെ AK ആന്റണി ഇടപെട്ടുകൊണ്ടാണ് ആ പ്രതിസന്ധി പരിഹരിച്ചത്. അന്ന് അദ്ദേഹം KPCC അധ്യക്ഷനായിരുന്ന സമയത്താണ് കണ്ണൂരിൽ മത്സരിച്ച സമയത്ത് KPCC പ്രസിഡന്റ് സ്ഥാനം തൽക്കാലത്തേക്ക് മാറി നിന്നിരുന്നു. വീണ്ടും ആ സ്ഥാനത്തേക്ക് തിരിച്ചു വരുന്നതിന് ചില പ്രതിസന്ധികൾ ഉണ്ടായപ്പോഴേക്കും AK ആന്റണി ഇടപെട്ട് ആ പ്രശ്നം പരിഹരിച്ചിരുന്നു. അത്തരത്തിൽ കേന്ദ്ര നേതാക്കന്മാരുടെ ഇടയിൽ സമ്മർദ്ദം ചെലുത്താൻ കഴിവുള്ള ഒരു നേതാവാണ് AK ആന്റണി എന്ന് കെ സുധാകരന് വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് AK ആന്റണിയുടെ സഹായത്തോടുകൂടി കേന്ദ്ര നേതാക്കന്മാരുടെ ഇടയിൽ സമ്മർദ്ദം ചെലുത്തി KPCC പ്രസിഡന്റ് സ്ഥാനം നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ കെ സുധാകരനുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇന്ന് ഉച്ചയോടുകൂടി തന്നെ AK ആന്റണിയുടെ വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തിയത്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് നേതൃത്വത്തിന് തന്നെ മാറ്റാനാണ് താല്പര്യമെങ്കിൽ മാറിക്കൊള്ളാം, അതല്ലാതെ പൊതു ചർച്ച നടത്തി തന്നെ അപമാനിക്കരുത് എന്നാണ് സുധാകരൻ പറഞ്ഞത്. മാത്രമല്ല അദ്ദേഹം ഒരു കാര്യം കൂടി വ്യക്തമാക്കി. നിലവിലെ സാഹചര്യത്തിൽ ചില ആളുകൾ തനിക്ക് അനാരോഗ്യമുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട്. അത് തെറ്റായ വാർത്തകളാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയപരമായി തന്നെ അപമാനിക്കുന്നതിൽ നിന്നും പാർട്ടിയിലുള്ളവർ തന്നെ പിന്മാറണം എന്നുള്ളൊരു അഭ്യർത്ഥന കൂടി അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇന്ന് എന്തായാലും AICC നേതാക്കളുമായുള്ള ചർച്ചകളൊന്നും തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. കാരണം വരും ദിവസങ്ങളിൽ AICC നേതാക്കന്മാർ കടുത്ത തീരുമാനത്തിലേക്ക് കടക്കും എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അതായത് പ്രത്യേകിച്ചും കേരളത്തിലെ പുനഃസംഘടന അനിവാര്യമാണെന്നാണ് ഒരു വിഭാഗം നേതാക്കന്മാരുടെ ആവശ്യം. പ്രത്യേകിച്ചും ഇനി വരാൻ പോകുന്നത് തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പുമാണ്. ഈ 2 തെരഞ്ഞെടുപ്പുകളും മുന്നിൽ കണ്ടുകൊണ്ട് ഉള്ള ഒരു ശക്തമായ പ്രവർത്തനം ആവശ്യമാണ്. അത്തരത്തിൽ ഒരു നേതാവിനെ എല്ലാ ജില്ലകളിലും ഓടി നടന്ന് പ്രവർത്തിക്കുന്ന ഒരു നേതാവിനെ പാർട്ടിക്ക് അത്യാവശ്യമായി വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ KPCC പുനഃസംഘടന എന്നുള്ളതിൽ നിന്നും ഒരിക്കൽ പോലും AICC പിന്മാറാൻ സാധ്യതയില്ല. ഒരു പക്ഷേ AK ആന്റണി വലിയ തരത്തിൽ സമ്മർദ്ദം ചെലുത്തുകയും കേരള നേതാക്കന്മാർ കേന്ദ്രത്തോട് ആവശ്യപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ കുറച്ചു നാൾ കൂടി ഒരു പക്ഷേ ഈ അടുത്ത തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ തെരഞ്ഞെടുപ്പ് വരെ കെ സുധാകരനെ തുടരാൻ അനുവദിക്കും. എന്നാൽ തന്നെയും ഒരു വിഭാഗം കേരളത്തിലെ നേതാക്കന്മാർക്ക് കെ സുധാകരൻ തുടരുന്നതിനോടുള്ള വിയോജിപ്പുണ്ട്. ചില മുതിർന്ന നേതാക്കൾക്ക് പിന്തുണ ഇപ്പോഴും കെ സുധാകരന് തന്നെയാണ് ലഭിക്കുന്നത്.